ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് ഉച്ചയ്ക്ക് 12:35-ന് രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനിയിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കിയാകും സ്ഥാനാരോഹണം. മുഖ്യമന്ത്രിക്കൊപ്പം 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്കും ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിനും നന്ദി അറിയിക്കുന്നതായി രേഖ ഗുപ്ത പറഞ്ഞു. एक बड़ी जिम्मेदारी मुझे सौंपी गई है और मैं एक बार फिर से बहुत बहुत धन्यवाद करती हूँ आदरणीय प्रधानमंत्री नरेंद्र मोदी जी का, भारतीय जनता पार्टी के शीर्ष नेतृत्व का, अपने राष्ट्रीय अध्यक्ष नड्डा जी का, आदरणीय अमित शाह जी का, जिन्होंने मुझ जैसी साधारण परिवार की बेटी पे इतना भरोसा जताया और दिल्ली जो देश की राजधानी है उसकी जिम्मेदारी मुझे सौंपी। निश्चित रूप में मैं अपनी पूरी क्षमताओं के साथ, पूरी ताकत के साथ, ईमानदारी के साथ में उस जिम्मेदारी को निभाऊंगा। എസ് നന്ദഗോപൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ. ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. കൂടുതൽ വിശദാംശങ്ങൾ. നീണ്ട 27 വർഷങ്ങൾക്ക് കാത്തിരിപ്പിലാണ് അതിനൊടുവിലുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കാണ് ഇപ്പോൾ രാംലീല മൈതാനി വേദിയാകുന്നത്. തലസ്ഥാനത്തെ ബി.ജെ.പി. പ്രവർത്തകർ വലിയ ആഘോഷത്തിലാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും വലിയ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അടുത്ത ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പ്രധാനമന്ത്രി അടക്കം, അതേപോലെ തന്നെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശിഷ്ടാതിഥികളടക്കം ഇവിടെ രാംലീല മൈതാനിയിലേക്ക് കടന്നുവരും. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇതിനോടകം നടത്തിക്കഴിഞ്ഞിരിക്കുന്നത്. വലിയ ആഘോഷ പരിപാടികളും ഇതിനൊപ്പം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. സുരക്ഷയുടെ ഭാഗമായി ഇവിടെ നിൽക്കുന്ന വിവിധ ആഘോഷങ്ങൾക്കായി എത്തിയ വിവിധ കലാകാരന്മാരെ പോലീസ് പിന്നിലേക്ക് നീക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കം, അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന കേന്ദ്ര മന്ത്രിമാർ, ഒപ്പം തന്നെ ബി.ജെ.പി. അതേപോലെ തന്നെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ അടക്കം ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും അടക്കം വലിയ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ വലിയ സദസ്സിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. 12:35-നാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. ഇതേപോലെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്ക്രീനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 30,000 പേർക്കാണ് ഈ രാംലീല മൈതാനിയിലേക്ക് പാസ് ക്ഷണിക്കപ്പെട്ട് പ്രത്യേകം ക്ഷണിതാക്കളായി 30,000 പേരാണുള്ളത്. അതിനു പുറമെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബി.ജെ.പി. പ്രവർത്തകരുണ്ടാവും. അവർക്ക് കാണുവാൻ വേണ്ടി ഇവിടെ രാംലീല മൈതാനിയുടെ പുറത്ത് വലിയ സ്ക്രീനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ സമാനമായ സ്ക്രീനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് മുഴുവൻ 7 മുഖ്യമന്ത്രി അടക്കം 7 ക്യാബിനറ്റിലെ 7 അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉപമുഖ്യമന്ത്രിയായി പ്രവേശ് സിംഗ് വർമ്മ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നോക്കൂ, വളരെ പ്രധാനം, മുഴുവൻ സാമുദായിക സമവാക്യങ്ങളും പാലിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് ബി.ജെ.പി. കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് ബി.ജെ.പി. കടന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ 6 പേരുടെ ഇന്ന് രേഖാ ഗുപ്തയ്ക്ക് പുറമെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന മറ്റ് 6 പേരുടെയും പേര് വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിയായി പ്രവേശ് സിംഗ് സാഹിബ് വർമ്മ ചുമതലയേക്കും. ജാട്ട് സമുദായത്തിൽ നിന്നുമുള്ള അദ്ദേഹം ന്യൂഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയാണ് ഈ നിയമസഭയിലേക്ക് കടന്നിരിക്കുന്നത്. 2 തവണ MP ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 1 തവണ MLA ആയിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ആശിഷ് സൂദ ജനക്പുരിയിൽ നിന്നുമുള്ള MLA ആണ് അദ്ദേഹം. അങ്ങനെ നിരവധി പ്രമുഖരുടെ പട്ടികകൾ, 6 പേരുടെ പട്ടികകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആശിഷ് സൂദ, അതേപോലെ തന്നെ മജീന്ദ്ര സിംഗ് സിർസ, അതേപോലെ തന്നെ പങ്കജ് സിംഗ് കുമാർ, ഒപ്പം തന്നെ രവീന്ദ്ര ഇന്ദ്രജിത് സിംഗ്, കാപിൽ മിശ്ര എന്നിവരാണ് പ്രധാനമായും ഇതിനോടകം അവരുടെ പേര് വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർ ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം വലിയ ആഘോഷങ്ങൾക്ക് ഇതിനോടകം തന്നെ രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ തുടരുകയാണ്. ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ രാംലീല മൈതാനിയിലേക്ക് ഇതിനോടകം തന്നെ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പ്രത്യേകം ഇന്നലെ ക്ഷണപത്രികകൾ നൽകിയിരുന്നു. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ഇതിനോടകം
പ്രവേശനം ആരംഭിച്ചു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ കടന്നു വേണം അവർ ഈ രാംലീല മൈതാനിയിലേക്ക് കടക്കുവാൻ. വലിയ ആഘോഷ പരിപാടികളും നടക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ കലാകാരന്മാരുടെ വലിയ കൂട്ടം ഇവിടെ ഇത്തരം ആഘോഷ പരിപാടികൾ ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിന് മുമ്പായി തന്നെ സ്റ്റേജിൽ അത്തരം ചില പരിപാടികൾ, അതായത് ചില സാംസ്കാരിക പരിപാടികളോടുകൂടിയാകും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ 48 MLA-മാരുടെ ഭൂരിപക്ഷം തെളിയിക്കുന്ന ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടി തന്നെ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് ഇന്നലെ രാത്രി തന്നെ രേഖാ ഗുപ്ത കത്ത് നൽകിയിരുന്നു. അതേപോലെ തന്നെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരുടെ ഒക്കെ കാര്യത്തിൽ വളരെ ഒരു സസ്പെൻസ് നിലനിർത്തിയിരുന്നു BJP എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം BJP എക്കാലത്തും അത്തരം സസ്പെൻസ് തുടരുന്ന ഒരു പാർട്ടിയാണ്. അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം മഹാരാഷ്ട്രയിലാണേലും അതേപോലെ തന്നെ രാജസ്ഥാനിലാണേലും മധ്യപ്രദേശിലാണേലും ഒക്കെ തന്നെ BJP സർക്കാർ രൂപീകരണത്തിന് തൊട്ടുമുമ്പ് മാത്രമാണ് മുഖ്യമന്ത്രിമാരുടെയും അതേപോലെ തന്നെ മന്ത്രിമാരുടെയും ഒക്കെ തന്നെ പേര് വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്ന്, അതേപോലെ തന്നെ ഒരു വലിയ മറ്റു മാധ്യമങ്ങൾക്കോ ഒന്നും തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്ത് അവർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചില പേരുകളൊക്കെ തന്നെ ചില മാധ്യമങ്ങൾ ഊഹാപോഹങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും ഇതൊന്നും ശരിയായില്ല എന്നുള്ളതാണ് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. അത് 48 MLA-മാരും ഐക്യകണ്ഠേന അത് ഏറ്റെടുത്ത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. വലിയ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഈ തയ്യാറെടുപ്പുകൾക്കൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കേണ്ടിയിരിക്കുന്ന ചടങ്ങായതിനാൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് 6 മന്ത്രിമാരും ഈ സത്യപ്രതിജ്ഞയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. വലിയ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം 27 വർഷത്തെ കാത്തിരിപ്പ്, BJP-യുടെ ഓരോ പ്രവർത്തകനും കഴിഞ്ഞ 27 വർഷമായി കാത്തിരുന്ന ഒരു സുദിനമാണ് ഇന്നിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അതിന്റെ വലിയ ആഘോഷങ്ങൾ, ആരവങ്ങളാണ് രാജ്യതലസ്ഥാനത്തുടനീളം കാണാൻ കഴിയുന്നത്. ശരി നന്ദൻ. രാംലീല മൈതാനിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ചേരുന്നു. ഗൗതം, ഡൽഹിയിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് 27 വർഷത്തിന് ശേഷം BJP സർക്കാർ ഡൽഹിയിൽ അധികാരത്തിലെത്തുമ്പോൾ രാംലീല മൈതാനി എത്തരത്തിൽ പ്രൗഢഗംഭീരമായി തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു? രോഹിണി, അധർമ്മത്തിന് മുകളിൽ ധർമ്മം വിജയിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നതാണ് രാംലീലയുടെ സന്ദേശം. അങ്ങനെയുള്ള ശ്രീരാമനുമായി ബന്ധപ്പെട്ട് രാംലീല ഓരോ നവരാത്രി ആഘോഷങ്ങളിലും കളിക്കുന്ന ആ ഒരു പുണ്യമായ ഭൂമിയിലാണ് ഇന്നിപ്പോൾ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് വളരെ വിശാലമായ ഒരു വേദിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ അധികാരമേൽക്കാൻ പോകുന്ന ഡൽഹിയുടെ രാജ്യതലസ്ഥാനത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങളാണ് ഈ വിശാലമായ പുഷ്പാലങ്കൃതമായ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്തായി രേഖാ ഗുപ്തയുടെ ചിത്രമുണ്ട്, ഒപ്പം മറുഭാഗത്ത് ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയുടെ ചിത്രം. വികസത് ദില്ലി എന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വികസനം നിറഞ്ഞു നിൽക്കുന്ന ഡൽഹി, പുതിയ ഡൽഹി തുടങ്ങി കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഉയർത്തിയ വലിയ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ നെഞ്ചിലേറ്റുകയും അതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞയൊക്കെ എന്നത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഡൽഹിയിലെ ജനങ്ങൾ ആ വികസനത്തെ നെഞ്ചിലേറ്റി ഇനി അത് യാഥാർത്ഥ്യമാക്കുക എന്ന കടമയാണ് ജനാധിപത്യത്തിലൂടെ വിജയിച്ച ഞങ്ങൾക്കുള്ളത് എന്ന ധാരണ കൃത്യമായി ഈ സർക്കാരിനുണ്ട് എന്ന സന്ദേശമാണ് ആ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേദിയിൽ പീഠമൊക്കെ വെച്ച് ഇപ്പോൾ അവസാനഘട്ട അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒപ്പം SPGയുടെ ഉദ്യോഗസ്ഥരാണ് വേദിയിലുള്ളത്. വേദിയുടെയും അതോടൊപ്പം തന്നെ രാംലീലയുടെയും ഒക്കെ സുരക്ഷാ ചുമതല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനാണ്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് സ്റ്റേജിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ 12:35 ഇവിടെ സത്യപ്രതിജ്ഞയുടെ സമയം. 10 മണിയോടുകൂടി കൂടുതൽ പ്രവർത്തകർ ഈ സദസ്സിലേക്ക് എത്തിത്തുടങ്ങും. ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രവർത്തകർ ഇന്ന് രാംലീല മൈതാനിയിലേക്ക് എത്തും എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ വേദിയിലേക്ക് BJPയുടെ ഡൽഹി ഘടകത്തിന്റെ അധ്യക്ഷൻ എത്തിയിരിക്കുന്നു, വീരേന്ദ്ര സച്ദേവ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഡൽഹിയുടെ ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ശില്പികളിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വീരേന്ദ്ര സച്ദേവ വിലയിരുത്തുകയാണ്. രേഖാ ഗുപ്ത ഏതാണ്ട് 12 മണിയോടുകൂടി
കൂടി ഈ സ്റ്റേജിലേക്ക് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുശേഷമാകും എത്തുക. കേന്ദ്രമന്ത്രിമാരും NDAയുടെ 20 മുഖ്യമന്ത്രിമാരും NDAയുടെ 20 ഉപമുഖ്യമന്ത്രിമാരും ഇന്നത്തെ ചടങ്ങിനായി എത്തുന്നുണ്ട്. ഇവർക്കെല്ലാം വേദിയിൽ തന്നെയാണ് സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ വിശാലമായ വേദി 3 തട്ടായി തിരിച്ചിരിക്കുകയാണ്. ഈ നടുക്കത്തെ വേദിയിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്നിപ്പോൾ ചുമതല ഏൽക്കാൻ പോകുന്ന, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് 6 മന്ത്രിമാരാണ്. പർവേഷ് വർമ്മയും കപിൽ മിശ്രയും ഒക്കെ അടങ്ങുന്ന, ആശിഷ് സൂഡും ഒക്കെ അടങ്ങുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസുകൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 6 മന്ത്രിമാരും ഒപ്പം മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയും, അങ്ങനെ 7 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഈ മധ്യഭാഗത്ത്, ഈ വിശാലമായ സ്റ്റേജിന്റെ മധ്യഭാഗത്താകും ഈ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട 7 പേരിരിക്കുക. ഒപ്പം ഡൽഹി ചീഫ് സെക്രട്ടറി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരും ഈ നടുക്കത്തെ വേദിയിലാകും. 2 സൈഡുകളിലായി പ്രമുഖ നേതാക്കന്മാർക്ക് വേണ്ടി സ്റ്റേജിന്റെ 2 ഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഘട്ടമായി നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ വിശാലമായ വേദിയിലാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. 27 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഡൽഹിയിൽ BJPയുടെ ഭരണം തിരിച്ചു വരുന്നത്. 1993 ആദ്യമായി രാജ്യതലസ്ഥാനത്ത് BJP അധികാരം പിടിച്ചു. അന്ന് മഥൻലാൽ ഖുറാനെ പോലുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയായി. അതിനുശേഷം സാഹിബ് സിംഗ് വർമ്മയും പിന്നീട് സുഷമ സ്വരാജും ഡൽഹിയിൽ BJPയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം ഒരു വലിയ കാലയളവിൽ BJPക്ക് ഡൽഹിയിൽ അധികാരത്തിലെത്താൻ സാധിച്ചില്ല. നമുക്കറിയാം, 2014 ശേഷം ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി രാജ്യത്തൊട്ടാകെ ഒരു BJP തരംഗം അല്ലെങ്കിൽ BJP പ്രഭാവം ആഞ്ഞു വീശിയ കാലഘട്ടമാണ് 2014 മുതലുള്ള കാലഘട്ടം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2014 BJP അധികാരത്തിലേറുന്നത്. അന്ന് ദേശീയ തലത്തിൽ ഭരണം പിടിച്ചുവെന്ന് മാത്രമല്ല, BJPക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തിയിരുന്ന സ്ഥലങ്ങളിൽ പോലും BJP വലിയ കടന്നുകയറ്റം നടത്തി. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ BJP ഒരിക്കലും വിജയിക്കില്ല എന്നൊക്കെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്ന സ്ഥലമാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള നാഗാലാൻഡിലും മേഘാലയയിലും അതുപോലെ തന്നെ അസോം പോലുള്ള സംസ്ഥാനങ്ങൾ, അവിടെയെല്ലാം BJP വന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 8-ൽ 7 ഇന്ന് BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭരണമാണ്. ദക്ഷിണ ഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കർണാടക, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കേരളം, ഇവിടെ എല്ലാം BJPയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാവുകയും കേരളത്തിൽ തന്നെ നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തി. അപ്പോൾ അതൊക്കെ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ BJPക്ക് മുൻപില്ലാതിരുന്ന ഒരു പ്രഭാവം വരികയും BJP ഒരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് തന്നെ എത്തും, സമീപകാലത്തിൽ തന്നെ എത്തും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോഴും ഡൽഹി ഒരു വലിയ ബാലികേറാമലയായി നിന്നിരുന്നു. അതായത് 98-ന് ശേഷം ഒരിക്കൽ പോലും ഡൽഹിയിൽ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുന്നില്ല. 2013-ൽ 31 സീറ്റുകൾ നേടി ഏറ്റവും വലിയ കക്ഷിയായെങ്കിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നുകൊണ്ട് അന്ന് BJPയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടൊരു താൽക്കാലിക സർക്കാർ ഉണ്ടാക്കി. അതിനാൽ നീണ്ട 27 വർഷക്കാലം BJPക്ക് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നതിലുപരി 2014-ന് ശേഷം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മുൻപ് BJPക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തിന് മുൻപ് ഒരു വളക്കൂറുമില്ലാതിരുന്ന വടക്ക് കിഴക്കൻ മേഖലയിലും ദക്ഷിണ ഭാരതത്തിലും ഉൾപ്പെടെ BJP വലിയ വേരുകൾ രൂപപ്പെടുത്തുമ്പോഴും ഡൽഹി ഒരു ബാലികേറാമലയായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതും തിരുത്തി കുറിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി അമിത്ഷാ യുഗത്തിൽ രാജ്യ തലസ്ഥാനത്തും BJP അങ്ങനെ അധികാരത്തിലേക്ക് ഏറുകയാണ്. അത്തരം ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഏതാനും മണിക്കൂറുകൾക്കകം രാംലീല മൈതാനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രോഹിണി. ശരി, ഡൽഹിയിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് ഉച്ചയ്ക്ക് 12:35-ന് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനിയിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കിയാകും സ്ഥാനാരോഹണം. S നന്ദഗോപനും ഗൗതം അനന്തനാരായണനുമാണ് വിവരങ്ങൾ നൽകിയത്.